ഹായ് എവ്രി വൺ, വെൽക്കം ടു സിവിലിയൻസ് ക്ലാസ്സസ്. എല്ലാവർക്കും സിവിലിയൻസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ആസ്പിറൻസ് എല്ലാവരും അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെല്ലാവരും വളരെയധികം എക്സ്പെക്റ്റേഷനോടുകൂടെ വെയിറ്റ് ചെയ്യുന്ന ഒരു പരീക്ഷയാണ് ഓവർസിയർ ഗ്രേഡ് 1 എക്സാം. PWD ഇറിഗേഷൻ LSJD ഡിപ്പാർട്ട്മെന്റിലേക്ക് നടക്കുന്ന ഓവർസിയർ ഗ്രേഡ് 1 എക്സാം. ഈ വരുന്ന ജൂൺ 27-ാം തീയതിയാണ് പരീക്ഷ നടക്കാനിരിക്കുന്നത്. ആ പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ ഈ അടുത്ത് തന്നെ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇതിനോടകം കൺഫർമേഷൻ ഒക്കെ കൊടുത്തു കാണും എന്ന് തന്നെ വിശ്വസിക്കുന്നു. മാത്രമല്ല, ആ പരീക്ഷയുടെ സിലബസും PSC പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് മുന്നിൽ വരാനുള്ള വളരെ പ്രധാനപ്പെട്ട പരീക്ഷകളൊന്നായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്ന ഒരു എക്സാമാണ് ഇത്. മാത്രമല്ല, ഒരുപാട് വേക്കൻസീസും റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു തസ്തിക കൂടിയാണ് ഈ ഓവർസിയർ ഗ്രേഡ് 1. അപ്പോൾ എല്ലാവരും അത്രയും സീരിയസ്നെസ്സോടുകൂടെ തന്നെ നോക്കിക്കാണുന്ന ഈ ഒരു പരീക്ഷയുടെ സിലബസ് അനാലിസിസ് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഈ സിലബസ് പുറത്തുവിട്ടിരിക്കുന്ന സിലബസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, 10 വിഭാഗങ്ങളായിട്ട് PSC ആ സിലബസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ വിഭാഗത്തിനും കൃത്യമായ വെയിറ്റേജും PSC എത്ര മാർക്കാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് സർവേ എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റിന്റെ വെയിറ്റേജ് എങ്ങനെയാണ്, അതിൽ കൊടുത്തിരിക്കുന്ന കണ്ടന്റ്സ് എന്തൊക്കെയാണ് എന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കി പോവാം. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ ആ സിലബസ് നോക്കുമ്പോൾ ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ളത് പോലെ തോന്നും, അല്ലെങ്കിൽ അത് പിൻ പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല ഓരോരോ കണ്ടന്റ്. പക്ഷെ നമുക്കിവിടെ ആ ഓരോ സബ്ജക്റ്റിലും വരുന്ന കാര്യങ്ങൾ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പൊ സർവേ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ സിലബസിന്റെ ആദ്യത്തെ ഭാഗത്ത് തന്നെ കൊടുത്തിരിക്കുന്നത് സർവേ തന്നെയാണ്. സർവേയിൽ നമ്മുടെ സിലബസിലോട്ട് നോക്കുകയാണെങ്കിൽ വെയിറ്റേജ് 20 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 100 മാർക്കിന്റെ പരീക്ഷയിൽ 20 മാർക്ക് സർവേക്ക് മാത്രമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത്രയധികം പ്രധാനപ്പെട്ടതാണ് സർവേ ഈ ഒരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു ഒറ്റ സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% മാർക്ക് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസ് കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കി വെക്കാം. അതിനനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാം. അപ്പൊ ഈ 20 മാർക്ക് വെയിറ്റേജ് കൊടുത്തതിൽ ഈ സർവേ തന്നെ 2 ഡിവിഷൻസ് ആയിട്ട് PSC സിലബസിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സർവേയിങ് 1, സർവേയിങ് 2. അതിൽ സർവേയിങ് 1-ന് 10 മാർക്സ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സർവേയിങ് 2-നും 10 മാർക്സ്. അപ്പൊ രണ്ടും കൂടെ ചേർത്ത് 20 മാർക്ക് എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ സിലബസ് നോക്കുമ്പോൾ സർവേയിങ് 1 എന്ന് പറഞ്ഞ് ഒരു വലിയ പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, സർവേയിങ് 2 എന്ന് പറഞ്ഞും ഒരു വലിയ പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ പഠിക്കുന്ന ഡിഫറെന്റ് ചാപ്റ്റേഴ്സിലെ കണ്ടന്റ് എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. അത് ഏതൊക്കെ കണ്ടന്റ് ആണ്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്നുള്ളത് സബ് ഡിവൈഡ് ചെയ്ത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പൊ ആദ്യം നമുക്ക് സർവേയിങ് 1 നോക്കാം. അപ്പൊ സർവേയിങ് 1-ല് ഈ പറഞ്ഞതുപോലെ കുറേ കാര്യങ്ങൾ, കുറേ കണ്ടന്റ്സ് ആ ഒരൊറ്റ പാരഗ്രാഫിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനെ നമുക്ക് ടോപ്പിക് വൈസ് ഒന്ന് കാറ്റഗറൈസ് ചെയ്യാം. നമ്മൾ പൊതുവെ ഈ ഒരു സബ്ജക്റ്റ് പഠിച്ച് തുടങ്ങുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വരുന്ന ഒരു കൃത്യമായ ഒരു ഓർഡർ ഉണ്ട്, ഒരു സിസ്റ്റമാറ്റിക് ഓർഡർ. ആ ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ മതിയാവും. വേറെ ആ ഒരു സിലബസിന്റെ ഒരു വലിപ്പം ഒന്നും കണ്ട് നിങ്ങൾ ആശങ്കപ്പെടുക ഒന്നും വേണ്ട. നമ്മൾ പൊതുവേ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകുന്ന ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണോ അതേ സ്ട്രക്ചർ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് പഠിച്ചിരുന്നാൽ മാത്രം മതി. അപ്പൊ ആ ഒരു സ്ട്രക്ചറിൽ നമ്മൾ എപ്പോഴും ആദ്യം പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഫണ്ടമെന്റൽസ് ഓഫ് സർവേ. അപ്പൊ ആ ചാപ്റ്ററിലെ എന്തൊക്കെ കാര്യങ്ങൾ ഈ സിലബസിൽ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം. ഫണ്ടമെന്റൽസ് ഓഫ് സർവേയിൽ നോക്കുകയാണെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് സർവേയിങ് എന്ന് പറഞ്ഞ് നമ്മുടെ സിലബസിൽ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. പ്രിൻസിപ്പിൾ നമുക്കറിയാം, എല്ലാവരും നമ്മൾ പഠിക്കുന്നതാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ സർവേക്ക് പ്രധാനമായിട്ടും 2 പ്രിൻസിപ്പിൾസ് ഉണ്ട്, വർക്കിംഗ് പ്രിൻസിപ്പിൾസ്. പരീക്ഷയ്ക്ക് എപ്പോഴും മുൻവർഷങ്ങളിലും ചോദിക്കുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോൾട്ട് പാർട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് സർവേയുടെ ഒരു പ്രിൻസിപ്പിൾ ആണ്. അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? എറേഴ്സിന്റെ അക്യുമുലേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. ആ ഒരു രീതിയിലൊക്കെ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ സർവേയുടെ ബേസിക് പ്രിൻസിപ്പിൾസ്, അതുപോലെ ടൈപ്സ് ഓഫ് സർവേ, പിന്നെ ക്ലാസിഫിക്കേഷൻ സർവേ. മെയിൻ ആയിട്ടും നമ്മുടെ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ സർവേ പഠിക്കുന്നുണ്ട്. പ്ലെയിൻ സർവേ, ജിയോഡറ്റിക് സർവേ, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പ്രൈമറി ക്ലാസിഫിക്കേഷൻ. അതല്ലാതെയും ഡിഫറെന്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് ഡിഫറെന്റ് രീതികളിൽ വേറെയും നമ്മൾ സർവേയുടെ ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. ബേസ്ഡ് ഓൺ ലൊക്കേഷൻ, ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ്സ്, ബേസ്ഡ് ഓൺ മെത്തഡോളജീസ്, ബേസ്ഡ് ഓൺ ഇൻസ്ട്രുമെന്റ്സ്, അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ബാക്കി 2 പോയിന്റ്സ്. അപ്പൊ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന കേസിൽ ഈ ഒരു കാര്യം മാത്രമേ സിലബസിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള രീതിയിൽ ഈ ഒരു ടോപ്പിക്ക് തന്നെ ആദ്യം നിങ്ങൾ റിവൈസ് ചെയ്ത് പോവാം. പിന്നെ രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ ചാപ്റ്റർ നമ്മുടെ ചെയിൻ സർവേ ആണ്. ചെയിൻ സർവേയിലെ എന്തൊക്കെ കാര്യങ്ങൾ ഈ സിലബസിൽ കൊടുത്തിട്ടുണ്ട്? ആദ്യം തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചെയിൻ ആൻഡ് ടേപ്പ്.
ചെയിൻ അല്ലെങ്കിൽ ടേപ്പ് നമ്മൾ ചെയിൻ സർവേയിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതിൽ ചെയിനിന്റെയും ടേപ്പിന്റെയും ഡിഫറെന്റ് ടൈപ്സ് എന്നാണ് ഇതിൽ സിലബസിൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ നമുക്കറിയാം ചെയിനിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. മെട്രിക് ചെയിൻ ഉണ്ട്, നോൺ മെട്രിക് ചെയിൻ ഉണ്ട്. ആ മെട്രിക് ചെയിനിൽ തന്നെ ഏതൊക്കെ ലെങ്ത്തിൽ മെട്രിക് ചെയിൻ ഉണ്ടെന്ന് നമുക്കറിയാം. അതിന്റെ പ്രോപ്പർട്ടീസ് അറിയാം. ആ ചെയിൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ചെയിൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ലിങ്ക്സ് എന്താണ്, അല്ലെങ്കിൽ അത് എന്ത് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കുന്നു, അതിന്റെ ലെങ്ത്തിന്റെ വേരിയേഷൻ എങ്ങനെയാണ്, അങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് നമ്മൾ ആ ഒരൊറ്റ ടോപ്പിക്കിൽ തന്നെ കവർ ചെയ്ത് പോകുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ പഠിക്കണം. അതേപോലെ തന്നെ നോൺ മെട്രിക് ചെയിൻസിന്റെ ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ ലെങ്ത് എത്രയാണ്, എത്ര ലിങ്ക്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പൊ ചെയിനിന്റെ ക്ലാസിഫിക്കേഷൻ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ടൈപ്സ് ഏതൊക്കെയാണോ അതിന്റെ എല്ലാ പ്രോപ്പർട്ടീസും A to Z നന്നായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അതേപോലെ തന്നെ ടേപ്പിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്കറിയാം. മെറ്റീരിയലിനനുസരിച്ച് നമ്മൾ ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. ക്ലോത്ത് ടേപ്പ്, ലിനൻ ടേപ്പ്, ക്ലോത്ത് അല്ലെങ്കിൽ ലിനൻ ടേപ്പ്, അതുപോലെ മെറ്റാലിക് ടേപ്പ്, സ്റ്റീൽ ടേപ്പ്, ഇൻവാർ ടേപ്പ്, അങ്ങനെ മെറ്റീരിയലിനനുസരിച്ച് നമ്മൾ ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ നന്നായിട്ട് പഠിക്കുക. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്, ഫാക്ടേഴ്സ് ഇൻവോൾവിംഗ് സെലക്ടിങ് സ്റ്റേഷൻസ്. അതായത് പൊതുവെ നമ്മളിപ്പോൾ പറയും ഈ ഒരു ചെയിൻ സർവേയിൽ ഒരു ഫീൽഡിൽ ഒരു നെറ്റ്വർക്ക് എടുക്കുമ്പോൾ സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ്, അല്ലെങ്കിൽ ചെയിൻ സർവേ നമ്മൾ സെലക്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ഥലത്ത് എന്തൊക്കെ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം, ആ ഒരു കാര്യം നമ്മൾ പഠിക്കുന്നതാണ്. ഏതൊക്കെ സിറ്റുവേഷൻസിൽ ചെയിൻ സർവേ നമ്മൾ സെലക്ട് ചെയ്യും, ആ സ്റ്റേഷൻസ് എങ്ങനെ വരണം, ആ പോയിന്റ്സ് കൃത്യമായിട്ടും പഠിച്ചു വയ്ക്കുക. അതേപോലെ തന്നെ ഡിഫറെന്റ് ഓപ്പറേഷൻസ് ഇൻ ചെയിൻ സർവേയിങ്. ഡിഫറെന്റ് ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് വേണമെങ്കിലും ഇൻക്ലൂഡഡ് ആവാം അല്ലെ. ചെയിൻ സർവേയിൽ വരുന്ന ഓപ്പറേഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ തരത്തിലുള്ള ഓപ്പറേഷൻസ് ഉണ്ട്, ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട്. ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു ചെയിനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഏതൊക്കെ സർവേസ് അവിടെ വരുന്നുണ്ട്, പ്രോസസ് ഓഫ് ചെയിനിങ് നമ്മൾ പഠിക്കുന്നതാണ്. അതേപോലെ തന്നെ റേഞ്ചിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. റേഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സർവേ ലൈനിൽ ഇന്റർമീഡിയറ്റ് പോയിന്റ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പൊ അതിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പഠിക്കുന്നുണ്ട്. അത് നിങ്ങൾ പഠിക്കണം. അതേപോലെ തന്നെ ഓഫ്സെറ്റ് സെറ്റ് ഔട്ട് ചെയ്യുന്ന മെത്തേഡുകളുണ്ട്, അല്ലെങ്കിൽ സ്ലോപ്പിംഗ് ആയിട്ട് വരുന്ന ഏരിയയിൽ ചെയിൻ സർവേ ചെയ്യുന്ന രീതികളുണ്ട്. ഇതെല്ലാം ഈ പറയുന്ന ഈ ഒരു സെന്റൻസിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇതിൽ ഡിഫറെന്റ് ഓപ്പറേഷൻസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനകത്ത് ഏത് ഓപ്പറേഷൻസ് വേണമെങ്കിലും ഇൻക്ലൂഡഡ് ആവാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ ചെയിൻ സർവേയിൽ നമ്മൾ പഠിക്കുന്ന അത്രയും പ്രോസസ്സ് നിങ്ങൾ കൃത്യമായിട്ടും വായിച്ചു നോക്കണം. പിന്നെ വരുന്നത് എറേഴ്സ് ഇൻ ചെയിനിങ്. നമുക്കറിയാലോ, ചില എറേഴ്സ് നമുക്ക് ക്യുമുലേറ്റീവ് ആയിട്ട് വരുന്നുണ്ട്, ചില എറേഴ്സ് കോമ്പൻസേറ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. അത്തരത്തിൽ ഏതൊക്കെ എറേഴ്സ് ഉണ്ട്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സാഗിങ്. ചെയിൻ സാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടൈപ്പിലുള്ള എറർ ആണ് ഉണ്ടാവുക നമുക്കറിയാം. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എറർ അവിടെ ഉണ്ടായിരിക്കും, ക്യുമുലേറ്റീവ് നേച്ചർ ആണ്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് കാറ്റഗറി അനുസരിച്ച്, ഡിഫറെന്റ് ക്രൈറ്റീരിയ അനുസരിച്ച് എറേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കറക്ഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഈ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ വരുന്നത് ഒബ്സ്ട്രക്ഷൻസ് ഇൻ ചെയിനിങ്. ചെയിൻ സർവേയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒബ്സ്ട്രക്ഷൻസ് ഏതൊക്കെ രീതിയിലാണ്, അതായത് ബിൽഡിങ്സ് അല്ലെങ്കിൽ വാട്ടർ ബോഡീസ് ഒക്കെ പോലെ ഡിഫറെന്റ് കാറ്റഗറിയിൽ ഓരോ ക്രൈറ്റീരിയ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ പല ഒബ്സ്ട്രക്ഷൻസ് പഠിക്കുന്നുണ്ട്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ ചാപ്റ്റർ മൊത്തം നന്നായിട്ട് പഠിക്കണം, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ഏകദേശം എല്ലാ ടോപ്പിക്കും ഈ ഒരു കാര്യത്തിൽ കവർ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തൊന്നും ഒഴിവാക്കാനായിട്ടില്ല. മാത്രമല്ല ഈ എറേഴ്സ് ഇൻ ചെയിനിങ് എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് എന്ത് ഇൻക്ലൂഡ് ചെയ്യാം, പ്രോബ്ലംസ് ഇൻക്ലൂഡ് ചെയ്യാം. അതായത് ചെയിനിന്റെ ലെങ്ത് തെറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് വെച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു തെറ്റായ നീളമുള്ള ഒരു ചെയിൻ വെച്ച് നിങ്ങൾ ഒരു ലെങ്ത് മെഷർ ചെയ്താൽ ആ മെഷർ ചെയ്യുന്ന ലെങ്ത്തിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് കറക്റ്റ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഇക്വേഷൻസ് നമ്മൾ പഠിക്കും. ആ ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ചെയ്ത് നോക്കാം. പിന്നെ അടുത്ത ഒരു പോർഷൻ ആയിട്ട് നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത് പ്ലെയിൻ ടേബിൾ സർവേ ആണ്. പ്ലെയിൻ ടേബിൾ സർവേയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫങ്ഷൻസ് ഓഫ് ആക്സസറീസ് ഓഫ് പ്ലെയിൻ ടേബിൾ. പ്ലെയിൻ ടേബിളിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ പ്ലെയിൻ ടേബിൾ സർവേയിൽ വന്നിരിക്കുന്ന ആക്സസറീസിന്റെ ഫംഗ്ഷൻസ് നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്ന ഒരു കേസാണ്. പ്ലെയിൻ ടേബിൾ സർവേയിൽ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നു, പ്ലെയിൻ ടേബിൾ ഉണ്ട്, അലിഡേഡ് ഉണ്ട്, യു ഫ്രെയിം അല്ലെങ്കിൽ പ്ലംബിംഗ് ഫോർക്ക്, സ്പിരിറ്റ് ലെവല്, ട്രഫ് കോമ്പസ്, അങ്ങനെ നിരവധി ആക്സസറീസ് നമ്മൾ യൂസ് ചെയ്യുന്നു. അതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെ, എന്താണ് അതിന്റെ യൂസ്, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പിന്നെന്താണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ലിസ്റ്റ് ദ ഓപ്പറേഷൻസ് ടു സെറ്റപ്പ് ആൻഡ് ഓറിയന്റേഷൻ പ്ലെയിൻ ടേബിൾ സർവേയിങ്. പ്ലെയിൻ ടേബിൾ സർവേയിൽ നമ്മൾ ചെയ്യുന്ന ഒരു ബേസിക് പ്രൊസീജിയർ അല്ലെങ്കിൽ വർക്കിംഗ് ഓപ്പറേഷൻസ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്യുന്നു, ആ പ്രോസസ്സുകൾ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ദ മെത്തേഡ് ഓഫ് പ്ലെയിൻ ടേബിൾ സർവേയിങ്. പ്ലെയിൻ ടേബിൾ സർവേക്ക് പ്രധാനമായിട്ട് 4 മെത്തേഡ്സ് ആണ്: റേഡിയേഷൻ, ഇന്റർസെക്ഷൻ, ട്രാവേഴ്സിംഗ്, റിസെക്ഷൻ. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ചാപ്റ്ററിൽ ഉടനീളം നമ്മൾ പഠിക്കുന്നത്. അത് മൊത്തത്തിൽ തന്നെ നന്നായിട്ട് നിങ്ങൾ കവർ ചെയ്യേണ്ടി വരും. അതിനകത്തൊന്നും സ്കിപ്പ് ചെയ്യേണ്ടതായിട്ടില്ല. ഇൻക്ലൂഡിങ്, അതായത് ചില പോർഷൻസ് മാത്രം മെൻഷൻ ചെയ്ത് കൊടുത്തിരിക്കുന്നില്ല. ആ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ 3 സെന്റൻസിൽ നമ്മുടെ PSCയുടെ സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ആ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കേണ്ടതായിട്ട് വരും. പിന്നെ അവർ കൊടുത്തിരിക്കുന്നത്, സിലബസിൽ കൊടുത്തിരിക്കുന്നത് കോമ്പസ് സർവേ ആണ്.
കോമ്പസ് സർവേ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് കോമ്പസിന്റെ ടൈപ്സിനെ പറ്റിയാണ്. ടൈപ്സ് നമുക്കറിയാം, പ്രിസ്മാറ്റിക് കോമ്പസ് ഉണ്ട്, സർവേസ് കോമ്പസ് ഉണ്ട്. പ്രിസ്മാറ്റിക് കോമ്പസിന്റെയും സർവേസ് കോമ്പസിന്റെയും ഒരു കമ്പാരിസൺ എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചു പോകുന്നതായിരിക്കും എപ്പോഴും കുറച്ചും കൂടെ ഈസി. അതായത് നമ്മളിപ്പോൾ ഒരു കമ്പാരിസൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രിസ്മാറ്റിക് കോമ്പസ് ലീസ്റ്റ് കൗണ്ട് ആയിട്ട് നമ്മൾ പറയുന്നത് 13 മിനിറ്റ്സ് ആണ്. സർവേസ് കോമ്പസിന്റെ ലീസ്റ്റ് കൗണ്ട് 15 മിനിറ്റ്സ് ആണ്. പ്രിസ്മാറ്റിക് കോമ്പസിൽ യൂസ് ചെയ്യുന്ന നീഡിൽ ബ്രോഡ് ടൈപ്പ് നീഡിലാണ്. സർവേസ് കോമ്പസിൽ യൂസ് ചെയ്യുന്ന നീഡിൽ എഡ്ജ് ബാർ നീഡിലാണ്. അങ്ങനെ ആ കോമ്പസിന്റെ പാർട്സ് എന്തൊക്കെ, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ആ കോമ്പസിന്റെ ടൈപ്സ് ഒരു കമ്പാരിസൺ പോലെ പഠിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ ഡിഫൈൻ ബിയറിംഗ്, അതുപോലെ കൺസെപ്റ്റ് ഓഫ് മെറിഡിയൻ ആൻഡ് ടൈപ്സ് ഓഫ് മെറിഡിയൻസ്. ഈ കോമ്പസ് സർവേയിൽ എപ്പോഴും നമ്മുടെ സർവേ ലൈൻസിന്റെ ഡയറക്ഷൻ നമ്മൾ റിലേറ്റീവ് ഡയറക്ഷൻ എന്നുള്ള രീതിയിലായിരിക്കും പറയാം. അപ്പൊ റിലേറ്റീവ് ഡയറക്ഷൻ എന്ന് പറയുന്ന ആ ഒരു വാക്കിന് തത്തുല്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് ഈ മെറിഡിയൻ. അപ്പൊ മെറിഡിയൻസ് ഏതൊക്കെ ടൈപ്പിലുണ്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നുണ്ട്. ട്രൂ മെറിഡിയൻ, മാഗ്നറ്റിക് മെറിഡിയൻ, ആർബിട്രറി മെറിഡിയൻ. അതേപോലെ തന്നെ ആ മെറിഡിയനുമായിട്ട് നമ്മുടെ സർവേ ലൈൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ, അതിന് നമ്മൾ ബിയറിംഗ് എന്ന് പറയും. അതും ഡിഫറെന്റ് ടൈപ്സിൽ നമ്മൾ പറയുന്നുണ്ട്. ട്രൂ ബിയറിംഗ് ഉണ്ട്, മാഗ്നറ്റിക് ബിയറിംഗ് ഉണ്ട്, ആർബിട്രറി ബിയറിംഗ് ഉണ്ട്. അതിനെ പറ്റിയുള്ള ഡെഫിനേഷൻ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മെത്തേഡ് ഓഫ് ബുക്കിംഗ് ഓഫ് ഫീൽഡ് നോട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്ന ഫീൽഡിൽ വെച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മെഷർ ചെയ്യുന്നു കോമ്പസ് സർവേയിൽ. മെയിൻ ആയിട്ടും സർവേ ലൈൻസിന്റെ ബിയറിംഗ്സ് ആണ് അല്ലെ. അത് ഏതൊക്കെ രീതിയിലാവാം. ഹോൾ സർക്കിൾ ബിയറിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ മെഷർ ചെയ്യും, അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ബിയറിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിലപ്പോൾ മെഷർ ചെയ്യും അല്ലെ. നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പസ് വെച്ച് തന്നെ പ്രിസ്മാറ്റിക് കോമ്പസ് ആണെങ്കിൽ WCBയിൽ നമുക്ക് കിട്ടും, സർവേസ് കോമ്പസ് ആണെങ്കിൽ റെഡ്യൂസ്ഡ് ബിയറിംഗ് നമ്മൾ കിട്ടും. ആ വാല്യൂസ് നമ്മൾ നോട്ട് ചെയ്യും. അപ്പൊ ആ കോമ്പസിന്റെ ബിയറിംഗ്സ് അല്ലെങ്കിൽ ആ കോമ്പസ് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന ബിയറിംഗ്സിന്റെ വാല്യൂ നോക്കിയിട്ടാണ് ആ സർവേ ലൈനിന്റെ റിലേറ്റീവ് ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫീൽഡിൽ വെച്ച്. അപ്പോൾ ആ ബിയറിംഗ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതും നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇപ്പൊ ഹോൾ സർക്കിൾ ബിയറിംഗും റെഡ്യൂസ് ബിയറിംഗും വ്യത്യാസമുണ്ട് തമ്മിൽ. അപ്പൊ എങ്ങനെയാണ് അവർ തമ്മിൽ വ്യത്യാസപ്പെട്ട് കിടക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്കൊരു WCBയുടെ വാല്യൂ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ റെഡ്യൂസ് ബിയറിംഗിന്റെ വാല്യൂ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ റെഡ്യൂസ് ബിയറിംഗിന്റെ വാല്യൂ തന്നു കഴിഞ്ഞാൽ എങ്ങനെ WCBയിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്യാം, അങ്ങനെ കൺവേർഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാം. അത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. ഓൾറെഡി പഠിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പൊ WCB തന്നു കഴിഞ്ഞാൽ ഏത് ക്വാഡ്രന്റിൽ ആ സർവേ ലൈൻ വരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്യുമല്ലോ. ആ ഇക്വേഷൻസ് ആണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കോമ്പസ് സർവേയിൽ തന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ ഇൻക്ലൂഡഡ് ആംഗിൾസ് ഫ്രം ഹോൾ സർക്കിൾ ബിയറിംഗ്സ്. അത് പ്രോബ്ലംസ് ആയിട്ട് തന്നെ, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്ത് നോക്കുന്ന കേസസ് ആണ്. അത് നിങ്ങൾ പരമാവധി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആവണമെന്നില്ല പരീക്ഷയ്ക്ക് വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് പിടികിട്ടണം. അതായത് ചിലപ്പോൾ രണ്ട് സർവേ ലൈൻസിന്റെ ബിയറിംഗ്സ് തരും. AB എന്ന് പറയുന്ന സർവേ ലൈനിന്റെ 4 ബിയറിംഗ് ഇത്രയാണ്, രണ്ടാമത്തെ ലൈൻ BCയുടെ ബിയറിംഗ് ഇത്രയാണ്. അങ്ങനെയാണെങ്കിൽ ABC എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും? അപ്പൊ ആ രീതിയിലൊക്കെ പ്രോബ്ലംസ് വന്നേക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ബിയറിംഗ്സിനനുസരിച്ച് ഏകദേശം റഫ് ആയിട്ട് നിങ്ങൾ ആ സർവേ ലൈൻസ് ഒന്ന് വരച്ചു നോക്കേണ്ടി വരും, പ്ലോട്ട് ചെയ്ത് നോക്കേണ്ടി വരും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബാക്കി നിങ്ങൾക്ക് ആ ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ നിങ്ങൾക്ക് ആ ഇൻക്ലൂഡഡ് ആംഗിളിലോട്ട് അറൈവ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ഓഫ് മാഗ്നറ്റിക് ഡിപ്പ് ആൻഡ് ഡിക്ലിനേഷൻ. ഡെഫിനേഷൻസ് ആയിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ, മാഗ്നറ്റിക് ഡിപ്പ് എന്താണ്, ഡിക്ലിനേഷൻ എന്താണ്, അതിന്റെയൊക്കെ ഡെഫിനേഷൻസ് പഠിക്കുക. അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പറയുന്ന എല്ലാ കൺസെപ്റ്റും, കാരണം ഇതിനകത്ത് അണ്ടർസ്റ്റാൻഡ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഏത് കാര്യങ്ങൾ വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ മാഗ്നറ്റിക് ഡിപ്പ് അതുപോലെ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചിരിക്കുന്ന ഓരോ ടേംസ് ആയിട്ടും അതുപോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചിരിക്കുന്ന പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നോക്കാം. പ്രത്യേകിച്ച് ഈ ഡിക്ലിനേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഡിക്ലിനേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ട്രൂ ബിയറിംഗ് ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്ത് നോക്കണം. പിന്നെ തൊട്ട് മുൻപത്തെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ ബിയറിംഗ്സ് തന്നതിൽ നിന്ന് ഇൻക്ലൂഡഡ് ആംഗിൾസ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ട്രാവേഴ്സിന്റെ ഷേപ്പ് ചിലപ്പോൾ തരും. റെക്ടാംഗിൾ ഷേപ്പ് ആണ്, സ്ക്വയർ ഷേപ്പ് ആണ്, അതിൽ ഏതെങ്കിലും ഒരു ലൈനിന്റെ ബിയറിംഗ് തന്നിട്ട് രണ്ടാമത്തെ ലൈനിന്റെ ബിയറിംഗ് ചോദിക്കാം. അപ്പൊ ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കി അതിൽ ആൻസറിലോട്ട് അറൈവ് ചെയ്യുന്ന രീതിയിൽ ചിന്തിച്ചു നോക്കാം. പിന്നെ എറേഴ്സ് ഇൻ കോമ്പസ് സർവേ. വൺ ഓഫ് ദ മെയിൻ എറർ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് ലോക്കൽ അട്രാക്ഷൻ. ലോക്കൽ അട്രാക്ഷൻ എന്തുകൊണ്ട് സംഭവിക്കുന്നു, അത് കാരണം ഉണ്ടാവുന്ന എറർ എന്താണ്, അല്ലെങ്കിൽ എന്താണ് അത് കാരണം സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക്. നമുക്കറിയാം ലോക്കൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കോമ്പസ് ഉപയോഗിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും മാഗ്നറ്റിക് നേച്ചറുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവിടെ ആ നീഡിൽ അങ്ങോട്ടൊരു ഡീവിയേഷൻ പോകും. അപ്പൊ അവിടെ നിന്ന് നമ്മൾ മെഷർ ചെയ്യുന്ന ബിയറിംഗ്സ് എല്ലാം തെറ്റായിട്ടായിരിക്കും വരിക. അപ്പൊ ഈ ലോക്കൽ അട്രാക്ഷൻ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാം? അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരും, ഒരു ട്രാവേഴ്സിൽ വരുന്ന കുറേ ലൈൻസിന്റെ 4 ബിയറിംഗ് ആൻഡ് ബാക്ക് ബിയറിംഗ്സ് തന്നിട്ട്
ഏതൊക്കെ സ്റ്റേഷൻസ് ആണ് ലോക്കൽ അട്രാക്ഷൻ എഫക്റ്റഡ് ആയിട്ടുള്ള സ്റ്റേഷൻസ് എന്നൊരു ചോദ്യം മേ ബി ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ തന്നിരിക്കുന്ന ഓരോ സർവേ ലൈനിന്റെയും ഫോർ ബെയറിംഗ് ആൻഡ് ബാക്ക് ബെയറിംഗ് ഡിഫറൻസ് ചെക്ക് ചെയ്യുക. ഡിഫറൻസ് എക്സാക്ട്ലി 180 ഡിഗ്രി ആണെങ്കിൽ അവിടെ ലോക്കൽ അട്രാക്ഷനോ എററോ കാര്യങ്ങളോ ഒന്നുമില്ല. 180 അല്ല ഡിഫറൻസ് എന്നുണ്ടെങ്കിൽ അവിടെ ലോക്കൽ അട്രാക്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള പ്രോബ്ലംസും ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. അപ്പൊ അതാണ് കോമ്പസ് സർവേയിൽ വരുന്ന കാര്യം. ഇപ്പൊ കോമ്പസ് സർവേയിലും പ്രത്യേകിച്ച് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. ഈ പറയുന്ന ടോപ്പിക്സ് എല്ലാം കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതെല്ലാം മുഴുവനായിട്ട് തന്നെ പഠിച്ചു നോക്കുക. പിന്നെ വരുന്നത് ലെവലിംഗ് ആണ്. ലെവലിംഗിലും ഇപ്പൊ ഈ ഫസ്റ്റ് സെന്റൻസിൽ കൊടുത്തിരിക്കുന്നത് കുറച്ച് ബേസിക് ടേംസിന്റെ ഡെഫിനേഷൻ ആണ്. നമ്മൾ എപ്പോഴും പറയും ലെവൽ സർഫസ് എന്താണ്, ലെവൽ ലൈൻ എന്താണ്, ഹൊറിസോണ്ടൽ സർഫസ് എന്താണ്, ഹൊറിസോണ്ടൽ ലൈൻ എന്താണ്. അങ്ങനെ നമ്മൾ പഠിക്കുന്ന ബേസിക് ടേംസിന്റെ ഡെഫിനേഷൻസ് അത് കൃത്യമായിട്ട് പഠിക്കണം. ബെഞ്ച് മാർക്കും അതിന്റെ ടൈപ്സും, ബെഞ്ച് മാർക്കിന്റെ ടൈപ്സ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. GTS ബെഞ്ച് മാർക്ക്, പെർമനന്റ് ബെഞ്ച് മാർക്ക്, ടെമ്പററി ബെഞ്ച് മാർക്ക്, ആർബിട്രറി ബെഞ്ച് മാർക്ക്. അപ്പൊ ബെഞ്ച് മാർക്സിന്റെ ടൈപ്സ്, ക്ലാസിഫിക്കേഷൻ അത് നന്നായിട്ട് പഠിക്കണം. അണ്ടർസ്റ്റാൻഡ് ദ മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ലെവൽസ്. റിഡക്ഷൻ ഓഫ് ലെവൽ എന്ന് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, റെഡ്യൂസ്ഡ് ലെവലിന്റെ കാൽക്കുലേഷൻ ആണ് കേട്ടോ, വേറൊന്നുമല്ല. റെഡ്യൂസ്ഡ് ലെവലിന്റെ കാൽക്കുലേഷൻ ആണ് ഉദ്ദേശിച്ചത്. അത് റൈസ് ആൻഡ് ഫോൾ മെത്തേഡ്, അതുപോലെ ഹൈറ്റ് ഓഫ് കോളിമേഷൻ അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മെത്തേഡ്. ഈ രണ്ട് മെത്തേഡ് വെച്ചിട്ടും എങ്ങനെയാണ് നമുക്ക് ഒരു പോയിന്റിന്റെ റെഡ്യൂസ്ഡ് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റാം. ബേസിക് ആയിട്ട് നമ്മൾ പറയുന്ന കുറച്ച് കൺസെപ്റ്റുകളാണ്. അപ്പൊ പ്രോബ്ലംസ് കൃത്യമായിട്ടും ചെയ്ത് നോക്കണം. ഈ റിഡക്ഷൻ ഓഫ് ലെവൽ എന്ന് ഉദ്ദേശിച്ചത് അതാണ്. അപ്പൊ അത് കൃത്യമായിട്ടും ചെയ്തു നോക്കാം. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ലെവലിംഗ്. ലെവലിംഗിനെ ബേസിക്കലി എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ലെവലിംഗിന് തന്നെ നമുക്ക് ട്രിഗ്നോമെട്രിക് ലെവലിംഗ് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ട്രിഗ്നോമെട്രിക് ലെവലിംഗ് നമ്മൾ തിയോഡലൈറ്റ് വെച്ച് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ്, സ്പെഷ്യൽ പ്രൊസീജിയർ ആണ്. കുറച്ച് കഴിഞ്ഞ് സർവേയിങ് 2-നകത്ത് ട്രിഗ്നോമെട്രിക് ലെവലിംഗ് എന്ന് പറഞ്ഞൊരു സെലൻസ് കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി ഈ ഒരു ലെവലിംഗിലും നമ്മൾ പഠിക്കുന്ന കാര്യം തന്നെയാണ്, സെയിം തന്നെയാണ്. പിന്നെ കോണ്ടൂറിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട് സർവേയിങ് 1-ൽ. വേറെ പ്രത്യേകിച്ച് അതിനെ എലാബറേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. കോണ്ടൂറിംഗ് എന്ന് മാത്രം ഒരൊറ്റ വാക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ എന്ന് വിചാരിച്ച് എന്താണ് കോണ്ടൂറിംഗ് എന്ന് മാത്രം പഠിച്ചിരുന്നാൽ പോരാ. കോണ്ടൂറിംഗ് ഒരു വലിയ ചാപ്റ്റർ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. പ്രത്യേകിച്ച് അതിനകത്ത് വേറെ എലാബറേഷൻസും കാര്യങ്ങളൊന്നും പറയാത്തത് കൊണ്ട് കോണ്ടൂറിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ മൊത്തം എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നോ അതെല്ലാം നിങ്ങൾ പഠിച്ചിട്ട് പോകണം. അതായത് ആദ്യം തന്നെ നമ്മൾ കുറച്ച് ടേംസ് നോക്കും. കോണ്ടൂർ ഇന്റർവെൽ എന്താണ്, ഹൊറിസോണ്ടൽ ഇക്വലന്റ് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് ടേംസ് നോക്കും. കോണ്ടൂർ ലൈൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്നുണ്ട്. ഏതൊക്കെ രീതിയിൽ ഫീൽഡിൽ കോണ്ടൂറിംഗ് ചെയ്യാം എന്നുള്ള കാര്യം പഠിക്കുന്നുണ്ട്. അങ്ങനെ ആ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്ന എല്ലാം നിങ്ങൾ കവർ ചെയ്ത് പോകുന്നത് തന്നെയാണ് ബെറ്റർ. കാരണം ഇതിൽ ജസ്റ്റ് കോണ്ടൂറിംഗ് എന്നൊരൊറ്റ വേർഡിൽ ഒതുക്കി നിർത്തിയതുകൊണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ സർവേയിങ് 1 എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് സർവേയിങ് 2 ആണ്. സർവേയിങ് 2-ൽ ഏതൊക്കെ ടോപ്പിക്സ് വന്നിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. സർവേയിങ് 2-ൽ ആദ്യം തന്നെ തിയോഡലൈറ്റിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. സർവേയിങ് 2-ൽ അപ്പൊ തിയോഡലൈറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്? ഡിഫൈൻ ദ ടേംസ് യൂസ് ഇൻ തിയോഡലൈറ്റ് സർവേ. തിയോഡലൈറ്റ് സർവേയിൽ യൂസ് ചെയ്യുന്ന ടേംസ്, ചില ടേംസ് നമ്മൾ പറയും. എന്താണ് വെർട്ടിക്കൽ ആക്സിസ്, എന്താണ് ഹൊറിസോണ്ടൽ ആക്സിസ്, എന്താണ് ആക്സിസ് ഓഫ് ടെലസ്കോപ്പ്, എന്താണ് ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ്, അങ്ങനെ കുറച്ച് ടേംസും അതിന്റെ ഡെഫിനേഷൻസും പഠിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കണം. മാത്രമല്ല തിയോഡലൈറ്റിന്റെ പാർട്സും കൂടെ പഠിക്കുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം ആ തിയോഡലൈറ്റ് സർവേയിൽ ആ ഇൻസ്ട്രുമെന്റിന്റെ പാർട്സും കൂടെ അറിഞ്ഞിരിക്കുന്നത് എന്തായാലും നല്ലത് തന്നെയാണ്. മേ ബി ആ ഒരു ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് പാർട്ട് എടുത്ത് അതിന്റെ ഡെഫിനേഷൻ ചോദിച്ചാലോ അല്ലെ. അപ്പൊ അതുകൊണ്ട് തിയോഡലൈറ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിന്റെ പാർട്സും കൃത്യമായിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും. യൂസസ് ഓഫ് തിയോഡലൈറ്റ് നമുക്കറിയാലോ. തിയോഡലൈറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആംഗിൾസ് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആംഗിൾസ് മെഷർ ചെയ്യുന്നതിന്റെ തന്നെ പ്രൊസീജിയറും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. എങ്ങനെയാണ് ആ ആംഗിൾ മെഷർ ചെയ്യുന്നത് നോക്കുന്നത് നല്ലതാണ്. പിന്നെ എക്സ്പ്ലെയിൻ ദ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് ഓഫ് തിയോഡലൈറ്റ്. തിയോഡലൈറ്റിലെ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ഏതൊക്കെയാണ്? ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് അറിയാലോ, 3 പ്രോസസ് ആയിട്ടാണ് നമ്മൾ പറയാം. സിറ്റിംഗ് അപ്പ്, ലെവലിംഗ്, എലിമിനേഷൻ ഓഫ് പാരലാക്സ്. ഈ എലിമിനേഷൻ ഓഫ് പാരലാക്സ് ഒക്കെ എത്രയോ തവണ എക്സാമിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് പാരലാക്സ് എറർ എലിമിനേറ്റ് ചെയ്യുക? IPS ഒബ്ജക്റ്റീവ് 2 ലെൻസസിനെയും ഫോക്കസ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ തിയോഡലൈറ്റിന്റെ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് ഏതൊക്കെ അത് പഠിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് തിയോഡലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ പ്രയോറിറ്റി കൊടുത്ത് ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള രീതിയിൽ ആദ്യം നന്നായിട്ട് പഠിച്ചു വെക്കുക. അതിനുശേഷം സമയം ഉണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ള ടോപ്പിക്സിലോട്ട് കടന്നാൽ മതി. ആദ്യം നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക. പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ചാപ്റ്റർ ആണ് ട്രാവേഴ്സിംഗ്. ട്രാവേഴ്സിംഗിൽ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് ടൈപ്സ് ഓഫ് ട്രാവേഴ്സ് എന്നുള്ളതാണ്. ട്രാവേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയാറുണ്ട്. ട്രാവേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് പറയാറുള്ളത്? ട്രാവേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഒന്നുകിൽ നമുക്ക് ആ ട്രാവേഴ്സിന്റെ ഷേപ്പിനനുസരിച്ച് ക്ലാസിഫിക്കേഷൻ പറയാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ട്രാവേഴ്സിന്റെ ഡയറക്ഷൻ, ആ ഡയറക്ഷൻ അനുസരിച്ച് നമ്മൾ ട്രാവേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻസ് പറയാറുണ്ട്. ഷേപ്പിനനുസരിച്ചാണെങ്കിൽ നമ്മൾ പറയും ക്ലോസ്ഡ് ഉണ്ട് അല്ലെങ്കിൽ ഓപ്പൺ ഉണ്ട്. ഡയറക്ഷൻ അനുസരിച്ചാണെങ്കിൽ ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ് ഉണ്ട്. അതാണ് ടൈപ്സ് ഓഫ് ട്രാവേഴ്സ് ഉദ്ദേശിച്ചത്. പിന്നെ എന്ത് വരുന്നു? ലിസ്റ്റ് ദ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ട്രാവേഴ്സിംഗ്. ഏത് രീതിയിൽ ആ ട്രാവേഴ്സിംഗിൽ അല്ലെങ്കിൽ ട്രാവേഴ്സിൽ വരുന്ന സർവേ ലൈൻസിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കും, അതിനനുസരിച്ച് ഡിഫറെന്റ് മെത്തേഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുന്നുണ്ട്. ചെയിൻ ട്രാവേഴ്സിംഗ്, ഫ്രീ നീഡിൽ മെത്തേഡ്, ഫാസ്റ്റ് നീഡിൽ മെത്തേഡ്, അതുപോലെ തന്നെ തിയോഡലൈറ്റ് വെച്ച്
ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മീൻസ് ട്രാവേഴ്സിംഗിന്റെ സർവേ ലൈൻസിന്റെ ഡയറക്ഷൻസ് കണ്ടുപിടിക്കുന്ന മെത്തേഡ്. അപ്പൊ ആ മെത്തേഡ്സ് എല്ലാം കൃത്യമായിട്ട് പഠിക്കുക. അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ആംഗിൾസ് എന്തെങ്കിലും ഉണ്ടോ, പ്രത്യേകിച്ച് 4ാമത്തെ മെത്തേഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ ഡയറക്റ്റ് ആംഗിൾ, ഡിഫ്ലക്ഷൻ ആംഗിൾ എന്നൊക്കെ പറയുന്ന ഡെഫിനേഷൻ ഒക്കെ പഠിക്കുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ടും വായിച്ചു നോക്കാം. പിന്നെ വരുന്നത് ടൈപ്സ് ഓഫ് കോർഡിനേറ്റ്സ് ആണ്. അത് മെയിൻ ആയിട്ടും ട്രാവേഴ്സ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ഒരു കുഞ്ഞു ടോപ്പിക് ആണ്. എങ്ങനെയൊക്കെ ട്രാവേഴ്സിനെ പ്ലോട്ട് ചെയ്യാം, സ്കെയിലും പ്രൊട്രാക്ടറും യൂസ് ചെയ്ത് പ്ലോട്ട് ചെയ്യാം, അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് വെച്ച് പ്ലോട്ട് ചെയ്യാം. ഈ ഗെയിൽസ് ട്രാവേഴ്സ് ടേബിൾ എന്ന് പറയുന്ന ആ ഒരു ടേബിളിൽ, ട്രാവേഴ്സ് ടേബിളിൽ നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്തിട്ടാണ് ആക്ച്വലി ഈ കോർഡിനേറ്റ്സ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പം ഏത് മെത്തേഡിലൂടെ നമുക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു പോവുക. പിന്നെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ ചെയ്തു വരുന്ന വർക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്ലോസിംഗ് എറർ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ട്രാവേഴ്സിംഗിൽ എന്തെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ബാലൻസിംഗ് എന്നാണ് പറയാം. ബാലൻസിംഗ് ദ ട്രാവേഴ്സ്, ക്ലോസിംഗ് എറർ ഇല്ലാതാക്കുന്ന പ്രോസസ്സ്. അത് 2 റൂൾസ് നമ്മൾ പറയാറുണ്ട്. ബൗഡിച്ച് റൂൾ ഉണ്ട്, ട്രാൻസിറ്റ് റൂൾ ഉണ്ട്. അപ്പൊ മെയിൻ ആയിട്ടും മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കണ്ടീഷനിൽ ഏത് റൂൾ സെലക്ട് ചെയ്യും. അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ട്രാവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ആംഗുലാർ മെഷർമെന്റ്സും ഉണ്ട്, ലീനിയർ മെഷർമെന്റ്സും ഉണ്ട്. അപ്പൊ ഈ 2 മെഷർമെന്റ്സും ഏകദേശം ഒരേ പ്രിസിഷനിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്നത് ബൗഡിച്ച് റൂൾ ആയിരിക്കും. നേരെ മറിച്ച് ആംഗുലാർ മെഷർമെന്റ്സ് ആണ് ഒരു പൊടിക്ക് ആക്യുറസി കൂടുതൽ അല്ലെങ്കിൽ മോർ പ്രിസൈസ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷനിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു റൂൾ ട്രാൻസിറ്റ് റൂൾ ആണ്. ആ ഒരു ഡിഫറൻസ് വെച്ചിട്ടാണ് എക്സാമിന് ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ഇക്വേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഇക്വേഷൻസും കൂടെ നിങ്ങളൊന്ന് നോക്കി വെക്കുന്നത് എന്തായാലും നല്ലതായിരിക്കും. പിന്നെ വരുന്നതാണ് ടാക്യോമെട്രി. ടാക്യോമെട്രി അറിയാലോ, ടാക്യോമീറ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് വെച്ച് ഫീൽഡിലെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ടാക്യോമെട്രിയുടെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. സ്റ്റേഡിയ ടാക്യോമെട്രി ഉണ്ട്, ടാൻജൻഷ്യൽ ടാക്യോമെട്രി ഉണ്ട്. ആ ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ അതിന്റെ പ്രിൻസിപ്പിൾ, പ്രത്യേകിച്ച് നമ്മൾ ഇക്വേഷൻസ് ഒക്കെ പഠിക്കുമല്ലോ ഡിഫറെന്റ് കേസസിൽ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആവുന്ന കേസിൽ എങ്ങനെയാണ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന കേസിൽ എങ്ങനെയാണ് ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, അതിന്റെ ഫോർമുല കൃത്യമായിട്ട് പഠിക്കണം. ആ ഫോർമുലയിൽ വരുന്ന ടെർമിനോളജീസ് എന്തൊക്കെയാണ്, ടേംസ് ഏതൊക്കെയാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അവിടെ 2 കോൺസ്റ്റന്റ്സ് ഒക്കെ നമ്മൾ പഠിക്കും. കെ മൾട്ടിപ്ലൈങ് കോൺസ്റ്റന്റ്, അതുപോലെ അഡിറ്റീവ് കോൺസ്റ്റന്റ് സി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കും. അതിന്റെയൊക്കെ ഇക്വേഷൻ എങ്ങനെയാണ്, അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, വാല്യൂ ഏത് രീതിയിലാണ് വേരിയേഷൻ, അത്തരം കാര്യങ്ങൾ നന്നായിട്ട് നോക്കി വെക്കണം. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ടാൻജൻഷ്യൽ ടാക്യോമെട്രി. സ്റ്റേഡിയ ടാക്യോമെട്രി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നതാണ് ടാൻജൻഷ്യൽ ടാക്യോമെട്രി. അതിന്റെയും പ്രിൻസിപ്പിൾ നന്നായിട്ട് പഠിച്ചു വെക്കാം. പിന്നെ വരുന്നത് കർവ്സ് ആണ്. കർവ്സിന്റെ ക്ലാസിഫിക്കേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കർവ്സ് ഏതൊക്കെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ. ഹൊറിസോണ്ടൽ കർവ്സിനെ തന്നെ പിന്നെയും നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം. സിമ്പിൾ കർവ് ഉണ്ട്, കോമ്പൗണ്ട് കർവ് ഉണ്ട്, ട്രാൻസിഷൻ കർവ്സ് ഉണ്ട്, അല്ലെ, ഡീവിയേഷൻ കർവ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കർവ്സിന്റെ ക്ലാസിഫിക്കേഷൻ. ദെൻ ട്രാൻസിഷൻ കർവ്, അതുപോലെ തന്നെ സിമ്പിൾ സർക്കുലർ കർവിന്റെ എലമെന്റ്സ്. നമ്മൾ കുറച്ച് ഇക്വേഷൻസ് പഠിക്കും. മിഡ് ഓർഡിനേറ്റിന്റെ ഇക്വേഷൻ, അല്ലെങ്കിൽ ലോങ് കോർഡിന്റെ ഇക്വേഷൻ, എക്സ്റ്റേണൽ ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ലെങ്ത് ഓഫ് ദി കർവ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ടാൻജന്റ് ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, അത്തരത്തിലുള്ള കുറച്ച് എലമെന്റ്സ് പഠിക്കുന്നത്. ആ ഇക്വേഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ദെൻ ഡേറ്റ റിക്വയർഡ് ടു സെറ്റ് ഔട്ട് സർക്കുലർ കർവ്. അതിനകത്ത് കർവ് സെറ്റിംഗിന് അല്ലെങ്കിൽ സർക്കുലർ കർവ് സെറ്റ് ഔട്ട് ചെയ്യാനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് നമ്മൾ പഠിക്കും. ലീനിയർ മെത്തേഡ്സ് ഉണ്ട്, ആംഗുലർ മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് ഏതൊക്കെയാണ്, പേരുകൾ കൃത്യമായിട്ട് നോക്കി വെക്കുക. ആ ഓരോ മെത്തേഡിലും എങ്ങനെയാണ് ആ ഒരു കർവിന്റെ സെറ്റിംഗ് ഔട്ട് നമ്മൾ ഫീൽഡ് ചെയ്യുന്ന ഒരു റഫ് ഐഡിയ ഉണ്ടാക്കി വെക്കുന്നത് എന്തായാലും നല്ലതായിരിക്കും. ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് ഫോക്കസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ മെയിൻ ആയിട്ടും അതിന്റെ പേര് കൃത്യമായിട്ട് നോക്കി വെക്കുക. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ 2 തിയോഡലൈറ്റ് മെത്തേഡ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റണം അത് കർവ് സെറ്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു ആംഗുലാർ മെത്തേഡ് ആണ്. 2 തിയോഡലൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ലീനിയർ മെഷർമെന്റ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല, ആംഗുലാർ മെഷർമെന്റ്സ് മാത്രമേ ഉള്ളൂ. അത്തരത്തില് ഉള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കണം എല്ലാവരും. പിന്നെ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൺവെൻഷണൽ സർവേയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. പിന്നെ ഇതല്ലാതെ വരുന്ന സർവേയിങ് 2-ൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അഡ്വാൻസ് സർവേ. അഡ്വാൻസ് സർവേയില് നമ്മുടെ ഇലക്ട്രോണിക് തിയോഡലൈറ്റ്, അതുപോലെ ടോട്ടൽ സ്റ്റേഷൻ, GPS, ദെൻ അങ്ങനെയുള്ള കുറച്ച് റിമോട്ട് സെൻസിങ്, അതിന്റെ ആപ്ലിക്കേഷൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ടോപ്പിക്സ് അത്രയും നല്ല രീതിയിൽ വായിച്ചു നോക്കാം. അപ്പൊ ഇത്രയാണ് സർവേയുടെ ഒരു സിലബസിന്റെ ഒരു ഡീകോഡിങ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സർവേയുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ആ സിലബസ് നിങ്ങൾ നോക്കുമ്പോൾ വളരെ വാസ്റ്റ് ആയിട്ട് തോന്നും, വലിയ പാരഗ്രാഫ് ഒക്കെ ആയിട്ട് തോന്നും. പക്ഷെ അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട. ഇപ്പൊ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ നിങ്ങൾ അതിനെ തന്നെ വീണ്ടും ഓരോ പാർട്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ. ഫണ്ടമെന്റൽസിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, ചെയിൻ സർവേയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, കോമസ് സർവേയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, അങ്ങനെ ഡിഫറെന്റ് കാറ്റഗറീസ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ നമ്മളിപ്പോ പറയുമല്ലോ, കൃത്യമായിട്ടൊരു സ്ട്രക്ചർ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നത് ഈ ഓരോ ടോപ്പിക്കും. ആ സ്ട്രക്ചർ അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്ത്
നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മതിയോ? തിയറി സബ്ജക്ട് അല്ലെങ്കിൽ തിയറി പോർഷൻസ് എല്ലാം നല്ല രീതിയിൽ റിപ്പീറ്റഡ് ആയിട്ട് വായിച്ച് തന്നെ നിങ്ങൾ പഠിക്കണം. അതുപോലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പ്രത്യേകിച്ച് ചെയിൻ സർവേ, കോമ്പസ് സർവേ, ലെവലിംഗ് പോലുള്ള ചാപ്റ്റേഴ്സിൽ വരുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് എഴുതി തന്നെ നിങ്ങൾ പഠിക്കുക. എഴുതി പഠിക്കുക എന്നുള്ള ഒറ്റ വഴിയേ ഉള്ളൂ. വായിച്ചു വിടരുത്, എഴുതി തന്നെ നോക്കാം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സിൽ പറയുന്ന ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. വീണ്ടും ഞാൻ പറയുന്നു, 20 മാർക്കാണ് വെയിറ്റേജ് സർവേക്ക്. സർവേയിങ് 1, 2 രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് 20 മാർക്കാണ്. അതായത് നമ്മുടെ പരീക്ഷയുടെ 20% നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ ഒരൊറ്റ സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഇനി പ്രിപ്പയർ ചെയ്യാനായിട്ട് സിവിലിയൻസിന്റെ ഭാഗത്ത് നിന്ന് അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സസ് അവൈലബിൾ ആണ്. ഇപ്പം എല്ലാ സിവിൽ എഞ്ചിനീയറിംഗ് എക്സാംസിനും ഒരു 1 സ്റ്റോപ്പ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ വജ്ര എന്ന് പറഞ്ഞൊരു കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിന്റെയും ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അഡീഷണൽ ക്വസ്റ്റ്യൻസും അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അത് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 1 ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇനി അതും അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ ഡിസ്കസ് ചെയ്യാനാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരം ക്വസ്റ്റ്യൻസ് പഠിക്കാനാണെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റാങ്ക് ബൂസ്റ്റർ എന്ന് പറയുന്ന ഒരു കോഴ്സും നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ കോഴ്സസിനെ പറ്റിയോ അല്ലെങ്കിൽ ഈ പരീക്ഷയെ പറ്റിയോ എന്തെങ്കിലും ഒരു ഡൗട്ടോ മറ്റു കാര്യങ്ങളോ നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്, 8281003366. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ടും ആ സിലബസ് കണ്ട് പേടിക്കാതെ നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്ന കൺസെപ്റ്റ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ടോപ്പിക്സ് ഏതൊക്കെയാണ്, അത് സ്ട്രക്ചർ ഏത് രീതിയിലാണോ നമ്മൾ പഠിച്ചു പോകുന്നത് അത് അതേപോലെ നല്ല രീതിയിൽ പഠിച്ച് ഉഷാറായിട്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കി ഇടയ്ക്കിടയ്ക്ക് തിയറി പോർഷൻസ് ഒക്കെ റിവൈസ് ചെയ്ത് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. Start your preparations for engineering competitive exams from top educators. Learn from the best.